ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു പൊതിച്ചോറ് തയ്യാറാക്കിയാലോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല കുരുമുളകൊക്കെ ഇട്ട് നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നമുക്കൊന്ന് ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചമ്മന്തിപ്പൊടി തയ്യാറാക്കണം. ചമ്മന്തിപ്പൊടിയോ ഇല്ലാതെ ഒരു പൊതിച്ചോറ് തയ്യാറാക്കുകയില്ലല്ലോ. നമുക്ക് ചമ്മന്തിപ്പൊടിയും തയ്യാറാക്കണം. ആദ്യം നമുക്ക് കൊഞ്ചം നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് നല്ല റോസ്റ്റായി വന്ന് എണ്ണയൊക്കെ ചേർത്ത് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഒരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം. കുറച്ച് തേങ്ങ, നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. കുറച്ച് പുളിയും ചേർത്ത് ആറുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കുഴഞ്ഞ രീതിയിൽ വരും. അങ്ങനെ വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി കൂടുതൽ ചേർത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബീട്രൂട്ട് തോരനും ചെയ്യാം. ബീട്രൂട്ട് തോരനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു നെത്തോലി റോസ്റ്റും കൂടെ ചെയ്യാം. അപ്പോൾ കൊഞ്ച് റോസ്റ്റുമായി നെത്തോലി ഫ്രൈ ഉണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്, ചമ്മന്തിപ്പൊടിയുണ്ട്, കടുമാങ്ങയുണ്ട്. നമുക്ക് ചോറ് പൊതിയാം. അപ്പോൾ നമുക്ക് ആദ്യം ചോറിൽ ചെമ്മീൻ പൊതിഞ്ഞ് വെച്ചു, ബീട്രൂട്ടും തോരനും പൊതിഞ്ഞ് വെച്ചു, നെത്തോലി ഫ്രൈയും കൂടെ പൊതിഞ്ഞ് വയ്ക്കാം. അപ്പോൾ തോരനായി, ചെമ്മീൻ റോസ്റ്റായി, നെത്തോലി ഫ്രൈ ആയി. നമുക്കിനി കടുമാങ്ങയും കൂടെ പൊതിഞ്ഞ് വയ്ക്കാം. നമുക്കിനിയും കടുമാങ്ങയും പൊതിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് ചമ്മന്തിപ്പൊടിയും കൂടെ പൊതിഞ്ഞ് വയ്ക്കാം. ഇങ്ങനെ ചമ്മന്തിപ്പൊടിയും പൊതിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് ഇല പൊതിഞ്ഞെടുക്കാം. ഇങ്ങനെ നമുക്ക് പൊതിഞ്ഞ് വെച്ചിട്ട് ഉച്ചയ്ക്ക് നമ്മളെങ്ങും പോയിട്ടില്ലെങ്കിലും വീട്ടിൽ ഇരുന്ന് ഉണ്ണാനും ഭയങ്കര ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ചേഞ്ചിന് നല്ലത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഷെയറും ചെയ്യുന്നില്ല, കമൻറ്റും ചെയ്യുന്നില്ല, ലൈക്കും ചെയ്യുന്നില്ല. എന്നാലും ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.